കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. A good teacher is like a candle. It consumes itself to light the way for others. ഒരു നല്ല അധ്യാപകൻ ഒരു മെഴുകുതിരി പോലെയാണ്. മറ്റുള്ളവർക്ക് വഴിവിളക്കാകാൻ അത് സ്വയം ഉരുകിത്തീരുന്നു. സമൂഹത്തിൽ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും മാത്രമല്ല, നല്ല പൗരന്മാരെയും സൃഷ്ടിക്കുന്നത് അധ്യാപകരാണ്. സ്വയം കത്തിയെരിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശമാകുന്ന അധ്യാപകർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് റേഡിയോ പ്രിയോറിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. ടെന്നിയിലെ കൂട്ടുകാർക്കും ടീന ടീച്ചറിനുമൊപ്പം ഞാൻ ഇവ മരിയ സൈനിങ് ഇൻ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഒരു ദീപം കൊണ്ട് 1000 ദീപങ്ങൾ കൊളുത്തുന്ന കൈകൾക്കുടമകളാണ് അധ്യാപകർ. ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ രാപ്പകൽ പരിശ്രമിക്കുന്നവർ, അന്ധകാരത്തിൽ പ്രകാശം പരത്തുന്നവർ. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് നമുക്ക് ആശംസകൾ നേരാം. നമ്മുടെ വിദ്യാലയത്തിലെ ഓരോ കുരുന്നുകൾക്കും അറിവ് പകർന്നു നൽകിയ സെൻറ്റ് ഫിലോമിനാസിൻ്റെ ഓരോ സ്പന്ദനവും തൊട്ടറിയുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ ടീന റാഫേൽ ടീച്ചറിൻ്റെ വാക്കുകൾക്കായി ഈ അധ്യാപക ദിനത്തിൽ നമുക്ക് കാതോർക്കാം. എൻ്റെ പ്രിയപ്പെട്ട റേഡിയോ പ്രിയോർ ശ്രോതാക്കളെ, അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകി ഓരോ കുഞ്ഞിൻ്റെയും മനസ്സിൽ വലിയ സ്വപ്നങ്ങളുടെ വിത്ത് പാകുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് സെപ്റ്റംബർ 5, ഭാരതത്തിൻ്റെ 2ാമത്തെ രാഷ്ട്രപതിയും മഹാനായ തത്വചിന്തകനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനം. അറിവും സംസ്കാരവും വരും തലമുറയ്ക്ക് പകർന്നു നൽകിയ ആ മഹാനുഭാവൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിലാണ് നാം ഓരോ വർഷവും അധ്യാപക ദിനം ആചരിക്കുന്നത്. അക്ഷരങ്ങളുടെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ച് കയറ്റുന്നത് മാത്രമല്ല അധ്യാപനം, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകവും ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തും നമ്മിൽ വളർത്തുന്നത് നമ്മെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരാണ്. ഒരു ശില്പി പാറക്കല്ലിനെ മനോഹരമായ ശില്പമാക്കുന്നത് പോലെ ഓരോ വിദ്യാർത്ഥിയുടെയും ഉള്ളിലെ കഴിവുകളെ കണ്ടെത്തി അവരെ ഉന്നതിയിലേക്ക് നയിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്നവരാണ് അധ്യാപകർ. നമ്മുടെ തെറ്റുകൾ തിരുത്തി തന്ന്, വീഴുമ്പോൾ താങ്ങി നിർത്തി, ജയിക്കുമ്പോൾ നമ്മേക്കാൾ ഏറെ സന്തോഷിക്കുന്ന ആ നല്ല മനസ്സുകളെ ഈ ദിനത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഗുരുക്കന്മാരോടുള്ള ബഹുമാനവും സ്നേഹവും വാക്കുകളിൽ മാത്രം ഒതുക്കാതെ അവർ കാണിച്ചു തരുന്ന നല്ല വഴിയിലൂടെ സഞ്ചരിച്ച് നാടിനും വീടിനും അഭിമാനമായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. അധ്യാപനം എന്നത് വെറുമൊരു ജോലിയല്ല, ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ മാറ്റിയെഴുതുന്ന വലിയൊരു നിയോഗമാണ് എന്ന സത്യം ഉൾക്കൊള്ളുന്ന ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തിലെ ഒരനുഭവം ഇതിനൊരു വലിയ ഉദാഹരണമാണ്. സ്കൂൾ പഠനകാലത്ത് അദ്ദേഹത്തിൻ്റെ സയൻസ് അധ്യാപകനായിരുന്ന ശിവസുബ്രഹ്മണ്യ അയ്യർ സർ പക്ഷികൾ എങ്ങനെയാണ് പറക്കുന്നതെന്ന് ബോർഡിൽ വരച്ച് പഠിപ്പിച്ചപ്പോൾ കുട്ടികൾക്കത് വ്യക്തമായില്ല. എന്നാൽ ആ അധ്യാപകൻ അവരെ നിരാശരാക്കിയില്ല. അദ്ദേഹം കുട്ടികളെ കടൽ തീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആകാശത്ത് സ്വതന്ത്രമായി പറന്നുയരുന്ന കടൽ പക്ഷികളെ നേരിട്ട് കാണിച്ചു കൊടുത്തു. അന്ന് ആ കുഞ്ഞു കലാമിൻ്റെ മനസ്സിൽ പതിഞ്ഞ ആ കാഴ്ചയാണ് പിന്നീട് ഭാരതത്തിൻ്റെ മിസൈൽ മാൻ ആയി മാറാൻ അദ്ദേഹത്തിന് പ്രചോദനമായത്. ഒരധ്യാപിക എന്ന നിലയിൽ എൻ്റെ സ്വന്തം അനുഭവത്തിലും
ഞാനിത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാഠപുസ്തകങ്ങൾക്കപ്പുറം ഓരോ കുട്ടിയുടെയും ഉള്ളിലെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവർക്ക് ശരിയായ വഴികാട്ടിയാകുന്നതിലാണ് ഒരധ്യാപകൻ്റെ വിജയം. നിങ്ങൾ തോറ്റുപോകുമ്പോൾ തളരാതെ മുന്നോട്ട് പോകാൻ ധൈര്യം തരുന്നതും നിങ്ങളുടെ വളർച്ചയിൽ സ്വന്തം മക്കളുടെ വിജയമെന്ന പോലെ സന്തോഷിക്കുന്നതും അധ്യാപക മനസ്സുകളാണ്. ഒരു കുഞ്ഞു ചിരിയോടെ അറിവിൻ്റെ അക്ഷരമുറ്റത്തേക്ക് പിച്ചവച്ചെത്തിയ എന്നെ നെഞ്ചോട് ചേർത്ത് എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകരെയും ഞാനിപ്പോൾ നന്ദിയോടെയും സ്നേഹത്തോടെയും ഓർക്കുന്നു. അതുപോലെ ഒരധ്യാപികയായിരുന്ന എൻ്റെ മുന്നിലൂടെ കടന്നുപോയ എല്ലാ മക്കളെയും. നമ്മെ നല്ല വഴിയിലൂടെ നയിച്ച എല്ലാ ഗുരുനാഥന്മാരെയും ഈ ദിനത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ. മഴയത്ത് തുള്ളി തുള്ളിയായി വീഴുന്ന സംഗീതം പോലെ പ്രകൃതിയോടും കുഞ്ഞു തുമ്പികളോടും സംസാരിക്കുന്ന ഒരു നാടൻ ഈണം. മനോഹരമായൊരു ഗാനം നമുക്കായി ആലപിക്കുന്നത് ലയന മഹേഷ്. തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, ആകാശ പൊന്നാണി നിലകളിലാഴത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാണി നിലകളിലാഴത്തിൽ തൊട്ടേ വരാം, തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം, മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം, ഗന്ധർവൻ പാടുന്ന മതിലകമന്ദാരം പൂവിട്ട തണൽ, ഗന്ധർവൻ പാടുന്ന മതിലകമന്ദാരം പൂവിട്ട തണൽ, ഊഞ്ഞാലേ പാടാമോ, ഊഞ്ഞാലേ പാടാമോ, മാനത്തെ മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി, തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, ലാ 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 പണ്ടത്തെ പാട്ടിൻ്റെ വരികളെ ചുണ്ടത്തെ തേൻ തുള്ളിയായി, പണ്ടത്തെ പാട്ടിൻ്റെ വരികളെ ചുണ്ടത്തെ തേൻ തുള്ളിയായി, കൽക്കണ്ട കുന്നിൻ്റെ മുകളിൽ കാക്കാത്തി മെയ്യുന്ന തണൽ, കൽക്കണ്ട കുന്നിൻ്റെ മുകളിൽ കാക്കാത്തി മെയ്യുന്ന തണൽ, ഊഞ്ഞാലേ പാടിപ്പോ, ഊഞ്ഞാലേ പാടിപ്പോ, ആ കയ്യിൽ ഈ കയ്യിലൊരു പിടി കഴിക്കാത്ത നെല്ലിക്ക മണി തരു, തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. A teacher plants the seeds of knowledge and waters them with love. Next, we have Sneha Prasad with an English speech on the role of teachers in shaping our future. With Teachers' Day just around the corner, this week we're taking a moment to appreciate the people who teach us, guide us, and show up for us every single day. September 5th is the birthday of Dr. Sarvepalli Radhakrishnan. He was a teacher first, then a philosopher, and later the President of India. But even after becoming president, he always called himself a teacher. When his students wanted to celebrate his birthday, he said, "Rather than celebrating me, celebrate teachers everywhere.
That's how Teachers' Day started in 1962. It's our reminder to say thank you, not just for the lessons, but for the way teachers shape how we think and grow. We see teachers for 40 minutes in class every day and think that's it. But their day starts way earlier. They come in early to plan lessons, check homework, and get everything ready. In class, they're teaching, answering doubts. During breaks, there are meetings and parent calls. After school, there's paper correction and planning for tomorrow. And they're also the ones organizing all our events. So teaching is a full-day job of patience that we don't always see. We remember teachers long after we forget formulas. The one who explained that sum 5 times, the one who noticed we were down, the one who pushed us to try something new, that's the real work. So as Teachers' Day gets closer, maybe we can start early. Try saying thank you to your teacher, or just listen properly in class, because teaching isn't just a profession. It's showing up every single day. To all our teachers, we see you and we appreciate you. മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി. ദുഷ്ടനായ കംസരാജാവിനെ വധിച്ച് ഭൂമിയിലെ അധർമ്മം തുടച്ചു നീക്കാനും ധർമ്മസ്ഥാപനത്തിനുമായാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചത്. കേരളത്തിൽ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ കുട്ടികളെ കൃഷ്ണന്റെയും രാധയുടെയും വേഷങ്ങൾ ധരിപ്പിച്ച് നടത്തുന്ന വർണ്ണാഭമായ ഘോഷയാത്രകൾ ഈ ദിവസത്തിന്റെ പ്രധാന ആകർഷണമാണ്. ശ്രീകൃഷ്ണ ജയന്തിയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മനോഹരമായ ഒരു ഗാനവുമായി എത്തുന്നു നമ്മുടെ കൂട്ടുകാർ നജ്മ, ഫിലോമിന, ലയന, ആഗ്ന. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. രാജീവലോചനൻ എന്റെ കണ്ണൻ, അമ്പാടിപ്പൂനിലാവെന്റെ കണ്ണൻ, മണിമുരളികയൂതി എന്റെ മുന്നിൽ വന്നു നീ, പുൽകി നിന്നു നീ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. പീലി ചൂടിയോ വനമാല ചാർത്തിയോ, ഗോപനന്ദനൻ മായ കാട്ടി നിന്നുവോ, കൃഷ്ണഗാഥയായി ഇന്നെന്റെ മാനസം, നിന്റെ പാദരേണു ചോടി ധന്യയായി ഞാൻ. യമുനാതടത്തിലും വൃന്ദാവനത്തിലും രസരാസലാസ്യമാടി വന്ന രാധയല്ലേ ഞാൻ, പ്രിയരാധയല്ലേ ഞാൻ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. രാജീവലോചനൻ എന്റെ കണ്ണൻ, അമ്പാടിപ്പൂനിലാവെന്റെ കണ്ണൻ, മണിമുരളികയൂതി എന്റെ മുന്നിൽ വന്നു നീ, പുൽകി നിന്നു നീ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഓണാഘോഷങ്ങളും ഓണസദ്യയും നമ്മുടെ ജീവിതത്തിൽ എന്നും മനോഹരമായ ഓർമ്മകളാണ്. ഈ ഓണനാളുകളിൽ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് പായസം. നിങ്ങളെല്ലാവരും വീടുകളിൽ ഓണത്തിന് പായസം വെച്ചിട്ടുണ്ടാവുമല്ലോ. ഒട്ടും മധുരം കുറയ്ക്കാതെ വളരെ ടേസ്റ്റിയായ ഒരു പായസ റെസിപ്പിയുമായി എത്തുന്നു അയന, വിജു. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു.
എല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണെന്നറിയാം. എങ്കിലും ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പായസത്തെ കുറിച്ച് പറയാനാണ്. നമ്മൾ ഓണത്തിന് എല്ലാവരും പായസം വെക്കാറുണ്ട് അല്ലേ? എങ്കിലും നമ്മൾ വെക്കുന്ന പായസത്തിൽ പകുതിയും കോമൺ ആയിട്ടുള്ള പായസങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റയർ ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള, ആരും ഇതുവരെ കേൾക്കാത്തതുമായിട്ടുള്ള ഒരു പായസമാണ്. ടെൻഡർ കോക്കനട്ട് പായസം. ഈ പായസത്തിന് വളരെ രുചിയും വളരെ മധുരവുമേറിയൊരു പായസമാണ്. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ? ആദ്യം തന്നെ നല്ല ഒരു കരിക്കെടുക്കണം. അതിൻ്റെ ഇളനീരും കഴമ്പും വേറെ വേറെയായി വെക്കണം. എന്നിട്ട് കഴമ്പെടുത്ത് കുനുകുനാ കട്ട് ചെയ്ത് വെക്കണം. ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് പാലും കണ്ടൻസ്ഡ് മിൽക്കും ശർക്കരയും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. മധുരം അനുസരിച്ച് വേണം ആഡ് ചെയ്യാൻ കേട്ടോ. പിന്നെ ഒരു തേങ്ങ എടുത്ത് ആ തേങ്ങയുടെ ദശ മുഴുവനും എടുത്ത് നമുക്ക് ഒന്ന് മിക്സിയിൽ ഏലക്കയും ഇളനീരും ഒഴിച്ച് അടിച്ചെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്കിട്ട് അത് മുഴുവനും പിഴിഞ്ഞെടുക്കാം. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മിക്സ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യാട്ടോ. എന്നിട്ട് നമ്മൾ ഒരു കരിക്കിൻ്റെ പാതി തോടെടുത്ത് അതിനകത്തേക്ക് പായസം നമ്മൾ മാറ്റിയിട്ട് കാഷ്യൂനട്ടും മുന്തിരിയും നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളുമായിട്ടുള്ള എന്നാൽ നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഓണം പായസ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പകർന്നു തന്നത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കൂട്ടുകാരെ. ഓരോ ഈണവും ഒരു ഓർമ്മയാണ്. കാലം മായ്ച്ചു കളഞ്ഞ പലതിനെയും ഒരു നിമിഷം കൊണ്ട് തിരികെ കൊണ്ടുവരാൻ സംഗീതത്തിന് കഴിയും. വാക്കുകൾ പരാജയപ്പെടുന്നിടത്ത് സംഗീതം സംസാരിക്കുന്നു. ആ മനോഹരമായ ഈണം ഡാനിയലിൻ്റെയും നെജിമയുടെയും വിരലുകളിലൂടെ നമുക്ക് കേട്ടാലോ?
listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ക്ലാസ് മുറിയിൽ കണിശക്കാരനും ദേഷ്യക്കാരനുമായി കാണപ്പെടുന്ന അധ്യാപകൻ്റെ ഉള്ളിലുള്ള സ്നേഹം ചില സമയങ്ങളിൽ നാം തൊട്ടറിയാറുണ്ട്. അങ്ങനെയുള്ള ഒരു അധ്യാപകൻ്റെ കഥ കേട്ടാലോ? വളരെ ഗൗരവക്കാരനും കർക്കശക്കാരനുമായ ഒരു അധ്യാപകനായിരുന്നു വാസുദേവൻ സാർ. അദ്ദേഹത്തിൻ്റെ കണക്ക് ക്ലാസ്സിൽ ആരെങ്കിലും ശ്രദ്ധക്കുറവ് കാട്ടിയാൽ സഹിക്കുമായിരുന്നില്ല. ചെറിയ തെറ്റുകൾക്ക് പോലും കുട്ടികളെ ശകാരിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനാൽ കുട്ടികൾക്കെല്ലാം വളരെ ഭയമായിരുന്നു അദ്ദേഹത്തെ. ഒരു ദിവസം കണക്ക് ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്യാതെ വന്ന അർജുൻ എന്ന കുട്ടിയെ വാസുദേവൻ സാർ നന്നായി ശകാരിച്ചു. സാറിൻ്റെ വാക്കുകൾ കേട്ട് അർജുൻ തല താഴ്ത്തി വിങ്ങിപ്പൊട്ടി. തിരിച്ചൊന്നും അവൻ പറഞ്ഞില്ല. എന്നാൽ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് അധ്യാപകൻ അവനെ വിളിച്ച് എന്താണ് അവൻ സങ്കടപ്പെട്ടതിന് കാരണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് അർജുൻ പറയുന്നത് തൻ്റെ അച്ഛന് തീരെ സുഖമില്ല എന്നും ഇന്നലെ അച്ഛൻ്റെ അടുത്ത് ആശുപത്രിയിലായിരുന്നുവെന്നും. ഇത് കേട്ട അധ്യാപകൻ അവനെ ആശ്വസിപ്പിക്കുകയും അവന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസം എത്തിയ അധ്യാപകൻ കുട്ടികളുടെ മനസ്സാകെ കവർന്നു. അതിനായി അദ്ദേഹം ഒരു കഥ പറഞ്ഞു. കഥ എന്താണെന്ന് കൂട്ടുകാർക്ക് കേൾക്കണ്ടേ? അതിനു മുമ്പായി നമുക്കൊരു ഗാനം കേട്ടാലോ? ആരും പോകരുതേ. മനോഹരമായൊരു മാപ്പിളപ്പാട്ടുമായി നജ്മ KS. തൊക്കികരം പിടുത്തതും തനിക്ഷണം സഹബം തിക്കുടറി നയനമി തനിലാക്കി തക്കുബീറും ധ്വനി പൊങ്കും അടർക്കളം മുഖത്തിന്റെ തതിപ്പറ്റ തിരുത്താക്കുഫനടുവ് തൊക്കികരം പിടുത്തതും തനിക്ഷണം സഹബം തിക്കുടറി നയനമി തനിലാക്കി കരവളമീട്ടി ചുങ്കൾ കൊടിയിടതേങ്കി കളമേലി ഇങ്കും തുറതുര വെട്ടി പെട്ടാലെ വീണിട ശൂര തട്ടിൽ നിബി കൊണ്ടിട തേങ്ങി പെട്ടാലെ വീണിട ശൂര തട്ടിൽ നിബി കൊണ്ടിട തേങ്ങി മക്കികളിൽ സുഖസുന്ദരനിന്ന് ഒക്കെ കഫൻ പൊടപ്പ് കൊടിയ മക്കികളിൽ സുഖസുന്ദരനിന്ന് ഒക്കെ കഫൻ പൊടപ്പ് കൊടിയ മിക്ക ഹക്കിനതിർപ്പം പങ്കോഷം മികവാ മിക്കോ സുഗർദപ്പം ഷൗക്കിലറിപ്പം പങ്കോഷം തികവാ. പിറ്റേ ദിവസം എത്തിയ അധ്യാപകൻ എങ്ങനെയാണ് കുട്ടികളുടെ മനം കവർന്നതെന്ന് കൂട്ടുകാരെ നിങ്ങൾക്കറിയണ്ടേ? എന്നാൽ കേട്ടോളൂ. അന്ന് രാവിലെ ക്ലാസ് മുറിയിൽ അധ്യാപകൻ നേരത്തെ എത്തി. കർക്കശക്കാരനായിരുന്ന അദ്ദേഹം അന്ന് കുട്ടികളുടെ മുൻപിലേക്ക് പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് എത്തിയത്. അത് കുട്ടികളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കുട്ടികളിൽ ഒരാൾ എണീച്ചു നിന്ന് പറഞ്ഞു, ഇന്ന് അധ്യാപക ദിനം, സെപ്റ്റംബർ 5. അധ്യാപകൻ അവനെ അഭിനന്ദിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇന്ന് നിങ്ങളെ ഞാൻ കണക്കല്ല പഠിപ്പിക്കുന്നത്, ഞാനൊരു കഥ പറയാൻ പോവുകയാണ്. ഒരു പട്ടത്തിൻ്റെ കഥ. കഥ എന്ന് കേട്ടപ്പോൾ തന്നെ വളരെ ആകാംക്ഷയോടുകൂടെ കുട്ടികളിരുന്നു. അധ്യാപകൻ ബോർഡിൽ മനോഹരമായ ഒരു പട്ടം വരച്ചു. അതിൻ്റെ നൂല് താഴെ പിടിച്ചിരിക്കുന്ന ഒരു കുട്ടിയെയും. എന്നിട്ട് അധ്യാപകൻ തുടർന്നു, ദാ നോക്കൂ, ഒരു പട്ടവും ഒരു കുട്ടിയും. ഒരു കുട്ടി പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടമിങ്ങനെ ആകാശത്തു കൂടെ പറന്നു പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ താഴെ കുട്ടി കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് ഈ നൂലും അയച്ചു വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പൊങ്ങി പൊങ്ങി നക്ഷത്രങ്ങൾക്കിടയിലൂടെ ചന്ദ്രനിലെത്തണമെന്നതായിരുന്നു പട്ടത്തിൻ്റെ മോഹം. അപ്പോഴാണ് ആ വഴി ഭംഗിയുള്ള ഒരു തത്ത പറന്നു വരുന്നത്. പട്ടത്തെ കണ്ട തത്തയ്ക്ക് അത്ഭുതമായി. വെറും കടലാസ് പട്ടം കിളികളേക്കാൾ ഉയരത്തിൽ പറക്കുന്നോ? കൊള്ളാലോ നീയ്. തത്ത പട്ടത്തെ അഭിനന്ദിച്ചു. ഇത് കേട്ട് അഹങ്കരിച്ചുകൊണ്ട് പട്ടം പറഞ്ഞു, എനിക്ക് ഇതിനു മുകളിൽ പറക്കാൻ കഴിയും. താഴെ നിൽക്കുന്ന കുട്ടിയെ കണ്ടോ? ആ കുട്ടിയുടെ കയ്യിലെ നൂല് കണ്ടോ? അവൻ ആ നൂല് വലിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പറന്നുയരത്തിൽ
ചന്ദ്രനിലേക്ക് എത്തിയേനെ. ഇത് കേട്ട തത്ത അത്ഭുതം കൊണ്ട് കണ്ണുമിഴിച്ചു. അവൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ ഈ നൂല് പൊട്ടിച്ചു തരാം, നിനക്ക് ചന്ദ്രനിലേക്ക് പറന്നു ചെല്ലാമല്ലോ. അപ്പോൾ പട്ടം പറഞ്ഞു, എങ്കിൽ വേഗം ഒന്ന് അറുത്തു തരൂ, ഈ കുട്ടി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പറക്കാൻ സമ്മതിക്കുന്നില്ല. തത്ത പട്ടത്തിൻ്റെ നൂലറുത്തു മുറിച്ചു. നൂല് മുറിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചുവെന്നറിയോ? നിയന്ത്രണം വിട്ട പട്ടം തലയും കുത്തി താഴേക്ക് വന്ന് പതിച്ചു. ഒടുവിൽ അതൊരു ചെളിക്കുണ്ടിൽ വന്നു വീണു. പാവം കുട്ടി അത് കണ്ട് കരഞ്ഞുപോയി. അപ്പോൾ ക്ലാസ്സിലെ ഒരു കുട്ടി പറഞ്ഞു, നന്നായി ഉള്ളൂ. അധ്യാപകൻ ചോദിച്ചു, എന്ത്? ആ പട്ടത്തിൻ്റെ അഹങ്കാരം. അധ്യാപകൻ കുട്ടികളോടായി പറഞ്ഞു, കുട്ടികളെ, നിങ്ങളാണ് ഉയരത്തിൽ പറക്കുന്ന ആ പട്ടങ്ങൾ. പട്ടം പറപ്പിക്കുന്ന കുട്ടി ഞങ്ങളെപ്പോലെയുള്ള അധ്യാപകരും. എത്ര ഉയരത്തിൽ വേണമെങ്കിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം. ആ നൂല് ഒരു ബന്ധനമായി കാണരുത്. അത് പൊട്ടിച്ചു കളഞ്ഞാൽ നിയന്ത്രണം വിട്ട് താഴെ ചെളിക്കുണ്ടിൽ വീഴും. വെറുമൊരു കല്ലിനെ മനോഹരമായ ശില്പമാക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ശില്പികളാണ് നമ്മുടെ അധ്യാപകർ. ജീവിത വിജയത്തിൻ്റെ ഓരോ പടികൾ കയറുമ്പോഴും മനസ്സിൽ അവരെക്കുറിച്ചുള്ള ഒരു പിടി നല്ല ഓർമ്മകൾ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. അവർക്കായി സ്നേഹത്തോടെ ആശംസകൾ അർപ്പിക്കാം. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഇന്നത്തെ വാർത്ത വായിക്കുന്നത് സൻവിയ സനീഷ്. ഓഗസ്റ്റ് 23, 24, 25 തീയതികളിൽ ആയി SPC ത്രിത്തേന ക്യാമ്പും 24 തിങ്കളാഴ്ച സ്കൗട്ട് ആൻഡ് ഗൈഡ് ഏകദിന ക്യാമ്പും സെൻറ്റ് ഫിലോമിന സ്കൂളിൽ നടത്തപ്പെട്ടു. സ്കൂൾ തല സയൻസ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, IT ഫെയർ സെപ്റ്റംബർ 2 നടത്തപ്പെടുന്നു. സെൻറ്റ് ഫിലോമിനാസ് വിദ്യാലയത്തിലെ നിർധനരായ കുട്ടികൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC എന്നിവയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നൽകി. അവധിക്കാലത്ത് മഴക്കാല രോഗങ്ങളെക്കുറിച്ചും പ്രാഥമിക ശുശ്രൂഷകളെക്കുറിച്ചും ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC എന്നിവയുടെ നേതൃത്വത്തിൽ പൊതുവിടങ്ങളിലും വീടുകളിലും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തപ്പെട്ടു. പാഠപുസ്തകങ്ങളിലെ അറിവുകൾക്കപ്പുറം ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകവും ജീവിത മൂല്യങ്ങളും പകർന്നു നൽകിയവരാണ് നമ്മുടെ അധ്യാപകർ. സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും ചിറകുകൾ നൽകി ആകാശത്തേക്ക് പറക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്തവർ. അതിനാൽ അധ്യാപക ദിനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല ഗുരുക്കന്മാരോടുള്ള സ്നേഹവും ബഹുമാനവും. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ പ്രിയ അധ്യാപകർക്കും അധ്യാപക ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും സ്നേഹത്തോടെ നേരുന്നു. അവർ പകർന്നു നൽകിയ ഉപദേശങ്ങളും അറിവുകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞങ്ങൾ 10 സ്റ്റുഡൻസ് സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ.